ആൾക്കാരില്ലേ, എനിക്ക് അവരെ കാണുമ്പോൾ ഇപ്പോൾ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അത് തന്നെയാണ് വിഷയം. അപ്പോൾ നിങ്ങളോർക്കും വിസ തട്ടിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള്. അങ്ങനെയല്ല, തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ, എന്തുമാത്രം പേരുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ. അപ്പോഴും നീ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ ഏതും തരത്തിൽ വഞ്ചന, ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് ഒരുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അവന് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവൻ ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ല വരും. അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ. അതാണ് അവൻ്റെ കാര്യത്തിൽ. ആ നല്ല സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ വഴിയാത്രക്കാരായി വഞ്ചിക്കപ്പെട്ട ആളാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്, അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പല്ലിപ്പെടും. പക്ഷേ ആ പറ്റിപ്പല്ലിപ്പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. എന്താണ്? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ്. അതിനോട് സിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായിലെ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകൾ, ആ കുടുംബകാര്യത്തെ ദൈവതിരുസിനെ സമർപ്പിച്ചത്. എന്താ കാര്യം? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട്. നമ്മൾ സ്കീം എന്ന് പറയുന്നത്, അതാണ് സ്കീം എന്ന് പറയണത്. അപ്പോൾ സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. പഞ്ചായത്തിലൊക്കെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാ പറയണത്, സ്കീമില്ലെന്നാണ് പറയണത്. സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം. അപ്പോൾ ദൈവതിരുസന് സ്കീം ഉള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത്. വീഞ്ഞില്ല, ജോലിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കിടപ്പാടമില്ല, അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ. അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ കാര്യങ്ങൾ, അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ സ്കീമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത്. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ്. അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം, ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. 1, 10, 5, 6 അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. പിന്നെ നീ ഇത് ചുവന്നിട്ട് നടക്കരുത്. അത് എനിക്ക് വേണ്ടത് ഉടമ്പടി എടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഇതിനാണ്. കർത്താവേ, അങ്ങ് ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് സന്തോഷമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളൂ. അങ്ങനെ സമയമാകുമ്പോൾ